കാസർഗോഡ് ജില്ലയിൽ കനത്ത മഴ തുടരുകയാണ്. ശക്തമായ കാറ്റിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്ന ദേശീയപാതയിലെ പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ശരിയായ രീതിയിൽ ഓവുചാൽ സ്ഥാപിക്കാത്തത് കാരണം പാതയോരത്തെ പല വീടുകളിലും വെള്ളം കയറി. മഞ്ചേശ്വരം പോസോട്ട് ദേശീയപാതയോട് ചേർന്ന് അന്തുഞ്ഞി, നഗരാജ്, സുനിൽ എന്നിവരുടെ വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായി. മംഗൽപാടിയിൽ പുഷ്പാകരയുടെ വീട്ടുകിണർ തെങ്ങ് വീണ് ഭാഗികമായി തകർന്നു. വോർക്കാടി പാത്തൂരിലെ അബ്ദുൾ മദനിയുടെ വീടിന്റെ ചുറ്റുമതിൽ തകർന്നു. കാഞ്ഞങ്ങാട് ചിത്താരി മുക്കൂടും വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണു. മുക്കൂട് സൗത്തിലെ TP ഖാലിദിന്റെ വീട്ടിലാണ് മതിലിടിഞ്ഞു വീണത്. ഹോസങ്കടി MM പ്ലാസ കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലെ കടകളിലും വെള്ളം കയറിയിട്ടുണ്ട്. മഞ്ചേശ്വരം താലൂക്കിലെ പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. കുമ്പളക്കോയിപ്പാടി, പെറുവാട് കടപ്പുറങ്ങളിൽ കടൽക്ഷോഭം അനുഭവപ്പെട്ടു. കനത്ത കാറ്റും മഴയിലും മൊഗ്രാൽ പുത്തൂരിൽ സർവീസ് റോഡിലേക്ക് മരം പൊട്ടി വീണു. മഞ്ചേശ്വരം, ഉദ്യാവരം, ബദിയടുക്ക, പല്ലത്തടുക്ക, നീർച്ചാല്, കിളിങ്കാരു, എത്തടുക്ക തുടങ്ങിയ സ്ഥലങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ് നാശനഷ്ടമുണ്ടാക്കി. കാറ്റിലും മഴയിലും വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾ നിലംപതിച്ചത് കാരണം ജില്ലയിലെ പല സ്ഥലങ്ങളിലും വൈദ്യുത ബന്ധം തടസ്സപ്പെട്ടു. ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിൽ ഇന്നും നാളെയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.